ഇവിടെ മലപ്പുറത്ത് മുമ്പ് പ്രസംഗിച്ചപ്പോഴേ അയ്യന്തൻ പറഞ്ഞാൽ ഇല്ലെങ്കിൽ നാളെ ലീവിലേക്ക് എന്നാണ് പറഞ്ഞത്. അത് മറുപടി പറഞ്ഞില്ല, അത് പലരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഷോർട്ട് ഫോം നമുക്ക് എന്തൊക്കെയാ പറയാം, വാക്കുകൾ കൊണ്ട് നമ്മൾ പല ഷോർട്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നതും പറയാൻ പല പല വാക്കുകളുണ്ടാക്കും അയ്യത്തിലുണ്ട്. അപ്പൊ IUM എന്നെ ഉണ്ടാക്കില്ല, ഇന്ത്യൻ യൂണിയൻ മൂല്യജീവിതം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അത് അങ്ങനെ എന്തൊക്കെ പറയാം. പോയതിനു ശേഷമാണോ വലിയ കുഴപ്പമുണ്ടായത്? അത് PMS പോയത് കൊണ്ട് ഒരു കുഴപ്പമില്ല. PMS ഇപ്പോഴും ഞങ്ങളെ ചെലവിലാണ് ജീവിക്കുന്നത്. ഒരു പെൻഷൻ വാങ്ങേണ്ടത് അയ്യത്തിനെ കൊണ്ടല്ലേ, അത് അന്നത്തെ അയ്യത്തില്. ഇന്നിപ്പോ അയ്യത്തിട്ട് നാഷണൽ ലീഗ് ആയപ്പോഴും LDF കൊണ്ടും നാഷണൽ ലീഗ് കൊണ്ടും രണ്ടു നേരം ചോറുന്ന മനുഷ്യനാണ് PMS. ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അത്ര അന്തസ്സില്ലെങ്കിൽ ഈ അയ്യത്തിന്റെ വളരെ മോശപ്പെട്ട പറ്റിയെങ്കിൽ അയാൾ ആ കുറ്റ പെൻഷൻ വേണ്ടെങ്കിൽ ഞാൻ ജീവിക്കാൻ ആ തെങ്ങുമ്പറമ്പ് പറയണേ. മൂപ്പര വാപ്പ മരിക്കുന്ന കാലം വരെ നാഷണൽ ലീഗായിട്ട് പരിശീലിച്ച ആളാണ്. മരിക്കുമ്പോ ജില്ലാ വൈസ് പ്രസിഡന്റ്. അങ്ങനെ തന്നെയാണ് പറ്റുന്നത്. ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും. സെക്രട്ടേറിയറ്റ് മെമ്പർ CPM-നെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അല്ല, ആ പാർട്ടിക്കാർ എന്ത് പറഞ്ഞു എന്നതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. ആ പാർട്ടി അഹമ്മദ് ദേവഗോവില് കേരളത്തിലെ മന്ത്രിയായിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട്. ഫസ്റ്റില് കോഴിക്കോട് വന്ന് അയാൾ വന്നത് താമരശ്ശേരി ബിഷപ്പിലെത്താൻ. താമരശ്ശേരി ബിഷപ്പിനെ സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ അതിന് മുന്നിൽ നിന്ന് ഇബ്രാഹിം കുട്ടി കല്ലാണ്. DP രാമകൃഷ്ണൻ ഇപ്പോഴത്തെ LDF കൺവീനർ. അയാൾക്കെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇബ്രാഹിം കുട്ടി കല്ലാണ് ആദ്യം പാട്ട് കേരളത്തിൽ ആദ്യമായിട്ട്. അതിനധികം ഇതിന് മറുപടി ഉണ്ടോ? അതിനും വലുതെന്നിപ്പോ അൻവസാദിന്റെ പ്രസ്താവന വാട്സപ്പ് പോസ്റ്റ്. അതിനെക്കുറിച്ച് ഞങ്ങൾ പറയും. ഞങ്ങൾ ആ പാർട്ടിനെ കുറിച്ച് പറയാൻ ഞങ്ങൾ അത്തരം ഒരു അത് പറയേണ്ട ആവശ്യമില്ല. അവർ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അഖിലേന്ത്യാ പ്രസിഡന്റ് സുലൈമാൻ സാഹിബ് അയാൾ തന്നെ പറഞ്ഞിട്ട് പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ട്. പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടനയാണ് പറഞ്ഞത്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത്. അതിന്റെ ജീവകാരുടെ സംഘടനയാണ് റിയാലിറ്റി ഫൗണ്ടേഷൻ. അതിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റാണ്. നാഷണൽ ലീഗ് അഖിലേന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റ് പോപ്പുലർ പറഞ്ഞാണ്. അപ്പൊ ആ ഞങ്ങളിപ്പോ അഖിലേന്ത്യ പോകുന്നു. ഞങ്ങളിപ്പോ നാഷണൽ ലീഗാണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് നാഷണൽ ലീഗിനെ പറ്റി എന്തെങ്കിലും ഞങ്ങൾ ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്തു, ലീഗ് എന്ത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഇനി മറുപടി വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞതാണ് ഈ വിഭാഗീയത പത്രക്കാരോ ആരെങ്കിലും എത്ര നിങ്ങളോട് തന്നെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരും ഇത് വലിയ കാര്യത്തിൽ എഴുതി വിടണ്ട. ഇത് ബാധിച്ചൊക്കെ അവസാനം ഞങ്ങൾ ഒന്നിച്ചു വരും. എന്നാൽ നല്ലതൊക്കെ തീരും വരും, മോശപ്പെട്ടതൊക്കെ അവിടെ അങ്ങനെ നിൽക്കും. അതങ്ങനെ അങ്ങനെ തീരും ചെയ്യും ആ രാഷ്ട്രീയം. ഞങ്ങൾ തന്നെ കണ്ടത് മന്ത്രിനെ കണ്ടുകാണ്ട് 4 മന്ത്രി ഒരു ചീഫിക്കുള്ള കാലത്താണ് സിറസായിട്ട് ലീവ് കിട്ടുന്നത്. അന്ന് സിറസാക്കിലൊക്കെ മന്ത്രിയെ ഞങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ഈ അരമന്ത്രിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലാന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. ആ അരമന്ത്രി പോയില്ലേ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോഴും ഞങ്ങളുടെ നിലപാടുന്ന സിറസാക്കി ഞങ്ങൾക്ക് ലീഗ് കണ്ടിട്ടുണ്ട്. അത് പഞ്ചായത്ത് മെമ്പർമാരെ എണ്ണം നോക്കിയിട്ടോ മന്ത്രിമാരെ എണ്ണം നോക്കിയിട്ടോ MLA-മാരെ എണ്ണം നോക്കിയിട്ടില്ല. ഞങ്ങളിപ്പോ ഈ 30 കൊല്ലം 31 കൊല്ലായി. 2023 വന്നാൽ 31 കൊല്ലായി. ഞങ്ങൾ ഈ പാർട്ടിയായിട്ട് നടത്തണമെങ്കിൽ ഞങ്ങൾ മന്ത്രി കിട്ടുന്നോ MLA കിട്ടുന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും PMS 5 കൊല്ലം മന്ത്രി ഈ പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ല. ഒരു MLA ഇയാൾ 2 കൊല്ലം മന്ത്രിയായി. ഒരു രാഷ്ട്രീയപരമായിട്ട് പാർട്ടിക്ക് ഒരു വളർച്ച ഉണ്ടായിട്ടില്ലല്ലോ. കുറെ ആളുകൾ ആ കൂടെ പോയി മന്ത്രിസ്ഥാനം പോയപ്പോൾ ആ ആളുകൾക്ക് ഒരു പാർട്ടിനും പോയി. ഞങ്ങൾ ആളുടെ എണ്ണോ കൂടുതലോ കുറവോ എന്നുള്ളതല്ല. ഞങ്ങളൊരു നിലപാടുണ്ട്. ആ നിലപാടിനെ ഞങ്ങൾ പറഞ്ഞു ചേർത്തില്ല. അതിലിപ്പോൾ നിങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും വരാൻ അറിയുന്നില്ല. നാഷണൽ ലീഗ് ആളില്ല, എല്ലാവർക്കും എവിടെയും ഇല്ല, അതിന്റെ നാട്ടിൽ ആളില്ല, ഇതിന്റെ നാട്ടിലാണ് എന്ന് പറയാനല്ലാതെ ഞങ്ങൾ ഇതിൽ കള്ളന്മാരാണ്, ഞങ്ങൾ വെല്ലുവിളിക്കുന്നവരാണ്, സീറ്റ് കളിക്കുന്നവരാണ്, ഞങ്ങൾ മോശം പാർട്ടി ആളുകളാണ് എന്നൊരു അഭിപ്രായം ഞങ്ങൾ ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് എവിടെ ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തെളിവ് വന്നാൽ ആ ആള് ആ സ്പോട്ടിൽ ഈ പാർട്ടി ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.